ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഞാൻ ഷെഹറൂബ ഷമീർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ബ്രെഡ് വടയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു വട. അരി ഒന്നും അരക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിന് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബ്രെഡ് കൈകൊണ്ടൊന്ന് ഇങ്ങനെ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് വേണമെങ്കിലും പൊടിക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ അരികോശമൊന്നും കളയണമെന്നില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ക്യാരറ്റാണ്. അപ്പം ഞാനൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സവാളയാണ്, ഒരു ചെറിയ സവാളയാണ് കേട്ടോ. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ കുറച്ച് മല്ലിയിലയും തന്നെ ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെയിലും തന്നെ ചെറുതായിട്ടൊന്ന് പിച്ചിയെടുക്കുക. പിന്നെ 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഈ പച്ചമുളകിൻ്റെ അളവ് കുറക്കാട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർക്കാനുള്ളത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഇനിയിപ്പോൾ വറുക്കാത്ത അരിപ്പൊടിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് തൈരാണ്. ഞാനിവിടെ 1/4 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. ഇത് പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് 1/4 കപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പുളിയൊക്കെ ഉള്ള തൈരാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് എടുക്കുക. എന്നിട്ട് ഇത് മിക്സ് ചെയ്യാൻ വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് പാലോ ചേർത്താലും മതി. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാനിതെല്ലാം നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. നമ്മൾ ചേർക്കുന്ന തൈരൊന്നും അധികം ആവാൻ പാടില്ല കേട്ടോ. നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിരിക്കണം. ഇനി കട്ലറ്റിൻ്റെ ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ അരികവശമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. വെള്ളം അധികം ആവാതെ നോക്കണം കേട്ടോ. അപ്പം ഞാൻ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അളവിൽ 8 വട ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുന്ന ടൈമിൽ വെള്ളം അധികമായി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ബ്രെഡ് പൊടിച്ചതോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്താൽ മതി. ഇനിയിപ്പോൾ ഇത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഒരു വശം ഗോൾഡൻ ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ് ഈ ബ്രെഡ് വട. അപ്പോൾ നമുക്കിത് ടൊമാറ്റോ സോസിൻ്റെ കൂടെ അതുപോലെ പുതിന ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഈ ബ്രെഡ് വടയുടെ റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്ക്. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്